കഴിഞ്ഞൊരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ പല ആരാധകരും കൊതിക്കുന്ന ഫോറിൻ താരങ്ങളെ കൊണ്ടുവന്നിട്ട് ആ ഒരു ടീം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതെൻ്റെ ഒപ്പീനിയൻസ് ഒരുപാട് ഞാൻ അതിൽ പങ്കുവച്ചിട്ടുണ്ട്. അതേ തുടർന്ന് തന്നെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ താരങ്ങളെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളത്. പ്രധാനമായിട്ടും നിങ്ങളുടെ കമൻറ്റ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ആ വീഡിയോയിൽ കമൻറ്റ് ഇട്ടവരും അതുപോലെ തന്നെ എൻ്റെ ഒപ്പീനിയൻസും കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള മികച്ച താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ എങ്ങനത്തെ താരങ്ങളെ കൊണ്ടുവരണം, എൻ്റെ ഒപ്പീനിയൻ പ്രമാണിച്ചിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെ നമുക്ക് നിർമ്മിച്ച് നോക്കാം. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ത്യൻ പ്ലേയേഴ്സിനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പോഴും നമ്മുടെ ടീമിലുണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരമാണ്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പല ആരാധകർക്കും അറിയാം. ബട്ട് സ്റ്റിൽ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പകുതിയിലേറെ ഒരു സീസണുകളും നമ്മൾ മൂഞ്ചിക്കൊണ്ടിരിക്കും. ISL എടുത്ത് നോക്കിയാൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള അല്ല കിടിലം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കിടിലം പോലത്തെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഇന്ന് ISL പല ക്ലബ്ബുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. സോ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എൻ്റെ ഒപ്പീനിയൻസ് മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവർ ഇങ്ങോട്ട് വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ നമുക്ക് ഗോൾ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് നിര എത്രമാത്രം അപകടകരമാണ്, അതല്ലെങ്കിൽ എത്രമാത്രം മൂഞ്ചിയ ഒരു ഗോൾ കീപ്പിംഗ് ആണെന്ന് അറിയാൻ കഴിഞ്ഞ സീസണും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ഡ്യൂറന്റ് കപ്പ് എടുത്തു നോക്കിയാൽ മതി. ഇതൊക്കെ കൊണ്ട് തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് നിരയിൽ നിന്നും എല്ലാ പ്ലേയേഴ്സിനും ഒഴിവാക്കിയിട്ട് പുതിയ താരങ്ങളെ കൊണ്ടുവരണമെന്ന് പറയുന്നത്. സോ ഈ ഒരു സീസൺ, അതായത് വരാൻ പോകുന്ന 2026 സീസണിൽ നമ്മളെ മുമ്പിൽ കാണുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഗോൾ കീപ്പറെ മാറ്റി പുതിയൊരു ഗോൾ കീപ്പറെ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ്. നല്ല മികച്ച രീതിയിലുള്ള ഗോൾ കീപ്പറെ തന്നെ നമുക്ക് വേണം എന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തത് ധീരജ് സിംഗ് ആൻഡ് അർഷദീപ് സിംഗ്. ഇവർ രണ്ടുപേരെയും തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഫ്രീ ഏജന്റുമാരാണ്. സോ നല്ല രീതിയിൽ കളി അറിയാവുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാർ തന്നെയാണ് ഇവർ രണ്ടുപേരും. ധീരജ് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അദ്ദേഹം വെറുതെ ഇരിക്കുന്ന മട്ടത്തിലാണ് നമ്മൾ ബെഞ്ചിൽ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ധീരജ് സിംഗിനെ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാനായിട്ട് നോക്കിയാൽ നല്ല രീതിയിലുള്ള ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെയുള്ളത് അർഷദീപ് സിംഗ് ആണ്. സോ എന്നാലും ഞാൻ ഇൻട്രസ്റ്റഡ് ആവേണ്ടത് ധീരജ് സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഗോൾ കീപ്പറുടെ മികവിൽ തന്നെയാണ്. അർഷദീപിന് നല്ല രീതിയിലുള്ള ഒരു കളി അഴകൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോഴും ലൈക്ക് ചെയ്യുന്നത് ഐ ലൈക്ക് ധീരജ് സിംഗ്. അത് പ്രധാനമായിട്ടും പുള്ളിയുടെ ആ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. എനിക്ക് തോന്നുന്നു ധീരജ് സിംഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കളിക്കാരെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ വൻ ദുരന്തമായിട്ടുള്ള ഇന്ത്യൻ ഡിഫൻസ് നിരയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പകുതിയിലേറെ ആൾക്കാർ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും കോമഡി നിറഞ്ഞിട്ടുള്ള ഡിഫൻസ് ലൈൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ബാക്ക് പൊസിഷനാണ്. ഈ പൊസിഷനിൽ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളിക്കാരൻ ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. ഒരു മൂഞ്ചിയ പൊസിഷനാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ റൈറ്റ് ബാക്ക്. ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ അഭിഷേക് സിംഗ്, ഇപ്പോൾ പഞ്ചാബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേക് സിംഗ്, സീസൺ അവസാനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് റൂമറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ അത്യാവശ്യം ഭദ്രമാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും നമ്മൾ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള 3 താരങ്ങളുണ്ട്. 1 വാൽപുയ, 2 റെഡീം ബ്ലാങ്ക്, 3 ബോറിസ് സിംഗ്. ഈ 3 താരങ്ങളെ ഒരിക്കലും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് ഒരു 99% ഉറപ്പാണ്. ബട്ട് സ്റ്റിൽ ഇവർ മികച്ചതായിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സാണ്, ഇന്ത്യൻ പ്ലേയേഴ്സായിട്ടുള്ള ഡിഫൻഡേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അവസ്ഥയ്ക്ക്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയ്ക്ക് നല്ലത് അഭിഷേകാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എത്തിക്കാൻ പറ്റിയതിൽ ഏറ്റവും ടോപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഈ അഭിഷേകിനെ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ എന്ത് വില കൊടുത്തിട്ടും അഭിഷേകിനെ എത്തിച്ച് കഴിഞ്ഞാൽ സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിര കുറച്ചുകൂടെ ഭദ്രമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ള ഡിഫൻസ് നിരയിൽ നമുക്ക് നോക്കാം. അവിടെ വരാനായിട്ട് പോകുന്നത് ഐബാൻ ഡോളിംഗ് ഉണ്ടാവും, ഓൾറെഡി അവിടെ ഉണ്ടാവും. പിന്നീടുള്ളത് നമ്മുടെ ഹോർമിപ്പാമൊക്കെയാണ്. സോ സ്റ്റിൽ അവിടെ നിന്നോട്ടെ. ബട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഫോറിൻ ഡിഫൻഡർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്നൊരു സീസൺ പൊളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മിഡ്ഫീൽഡ് നിരയിലേക്ക് വരാം. ഒട്ടുമിക്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് മിഡ്ഫീൽഡ് നിരയിൽ ആര് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ള ഒറ്റ മറുപടി അത് നിഖിൽ പ്രഭു എന്നായിരിക്കും. എങ്ങനെ വന്നാലും നിഖിൽ പ്രഭുവിനെ പോലെയുള്ള ഒരു താരത്തെ വില കൊടുത്ത് സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകണം. എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രമാണിച്ച് ഞാൻ 2 താരങ്ങളുടെ പേരും കൂടി പറയാം. ഒന്ന് ഫാറൂഖ് ചൗധരി, മറ്റൊന്ന് ജീക്സൺ സിംഗ് തനൗജം. ജീക്സൺ സിംഗിനെ വെറുതെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ ആ താരത്തെ തിരിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ മധ്യനിര ഒന്നുകൂടെ ഉറപ്പിക്കാനും ഭദ്രമാക്കാനും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ, വിപിൻ,
മോഹനൻ ഇവരെ പോലെയുള്ള താരങ്ങളെടുത്ത് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനും നല്ല രീതിയിൽ അവിടെ നിലയുറപ്പിക്കാനും എനിക്ക് തോന്നുന്നുണ്ട് ജീക്സൺ സിംഗിനെ കൊണ്ട് ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈസ്റ്റ് ബംഗാൾ അവരുടെ ഒരു ദുരന്തം ടൈമിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം ജീക്സൺ സിംഗിനെ എന്ന് ഞാൻ പറയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ നീഗിൽ പ്രഭുവാണ്, അതല്ലെങ്കിൽ ഫാറൂഖ് ചൗധരി എന്ന് പറയുന്ന ഈ 3 താരങ്ങളെ ഉണ്ട്. സോ ഇവരിൽ ആരെങ്കിലും ഒരാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഇന്ത്യൻ സൈഡിൽ നിന്നും ഒരു മിഡ്ഫീൽഡ് നിരയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളാണ്. എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയില്ല. ഇത് എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും കുറച്ച് താരങ്ങളെ പൊക്കിക്കൊണ്ടുവരും. ഇവിടെ ഒന്ന് ഫ്ലോപ്പ് ആവേണ്ട കാലത്തിൻ്റെ ഒരു കുത്തുവയ്ക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതൊരു കാലത്തെടുത്ത് നോക്കിയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ തന്നെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ സക്സസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് വിരലിൽ എണ്ണപ്പെടാവുന്ന പ്ലേയേഴ്സ് മാത്രമാണ്. ഇനി നമുക്ക് ഫോർവേഡ് നിരയിലേക്ക് വരാം. ഫോർവേഡ് നിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ട ഇന്ത്യൻ താരങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ താരമായിട്ടുള്ള നിഹാൽ സുധീഷിനെ തിരിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും അതുപോലെ തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു താരം പറയേണ്ടത് ഇമ്രാൻ ഖാനാണ്. താരം ഒരു ഫ്രീ ഏജൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഫ്രീ ഏജൻ്റ് ആണോ എന്നുള്ളത് സംശയമാണ്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം ജംഷഡ്പൂരിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു കളിശൈലി മെനിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഇമ്രാൻ ഖാൻ എന്ന് പറയുന്നത്. ഈ ഒരു തക്കം പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാൻസിൽ ആ താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നോഹ സദയുടെ വിങ്ങിലൂടെയുള്ള അറ്റാക്ക്, അതുപോലെ തന്നെ ഇമ്രാൻ ഖാൻ്റെ ഒരു വിങ്ങിലൂടെയുള്ള അറ്റാക്കും കൂടി ആകുമ്പോൾ ഹീസ സിമിനിയസ് ഇനി അഥവാ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പന്ത് എടുത്ത് ഗോൾ അടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. വളരെ മികച്ചൊരു താരമാണ് ഇമ്രാൻ ഖാൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു 6-7 താരങ്ങളെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. 100K ഫാമിലി എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പയിലേക്ക് പോകാൻ ഇനി നമുക്ക് വെറും 5K സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. സോ മറ്റൊരു വീഡിയോയിൽ കണ്ടോ, അതിലേക്കും ബൈ.